തീർച്ചയായിട്ടും ഉണ്ടല്ലോ ജിംസെ. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അന്ന് യാമിനി തങ്കച്ചി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒന്നാം ഭാര്യ പരാതി പറയുക മാത്രമല്ല, ഗാർഹിക പീഡനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുക കൂടി ചെയ്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ഒരു മന്ത്രിക്കെതിരെ, തന്റെ ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ അത്തരം ഒരു പരാതി നൽകിയപ്പോൾ ആ പരാതി ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്റെ സഹപ്രവർത്തകനായ ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. അവിടെ ആക്ഷൻ വളരെ പെട്ടെന്ന് നടന്നു. ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഇപ്പോഴത്തെ ബിന്ദു മേനോൻ എന്ന് പറയുന്ന പുതിയ ഭാര്യയും യാമിനി തങ്കച്ചി എന്ന് പറയുന്ന പഴയ ഭാര്യയും ചെയ്തതിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ബിന്ദു മേനോന്റെ പരാതി ഒരു ഓറൽ പരാതിയാണ്. യാമിനി തങ്കച്ചിയുടെ പരാതി ഒരു റിട്ടേൺ പരാതിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എന്ന് പറയാൻ കാരണം അതും ഒരു ഗാർഹിക പീഡനം തന്നെയാണ്. ഇവിടെ നടന്നതും ഒരു ഗാർഹിക പീഡനമാണ്. പക്ഷെ അവരൊരു റിട്ടേൺ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന ആ ഒരു പിടിവള്ളിയിലാണ് ഇപ്പോ ഗണേഷ് കുമാർ രാജിയിൽ നിന്നും ക്രിമിനൽ നടപടികളിൽ നിന്നും ഒഴിവാകുന്നത്. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ. ഇപ്പോ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ വീഴ്ച നടന്നാൽ അല്ലെങ്കിൽ ക്രൈം അല്ലല്ലോ ജോർജ് കൂടി പറ. എന്റെ പ്രശ്നം ഒരു ഗാർഹിക പീഡനത്തിൽ ശാരീരിക പീഡനം ഉണ്ടായി, അവർ പരാതി കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പോലീസിന് വാദിക്കാമല്ലോ. അവർ പരാതി തന്നാൽ ഞങ്ങൾ കേസെടുക്കാം. അതാണിപ്പോ CPM ഒരു നിലപാടായിട്ട് പറയാൻ കഴിയും. അജിംസി, അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതവിടെ നടന്നു എന്നുള്ളത് അവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഒരു മന്ത്രിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് നിരന്തരം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതൻ കൂടിയാണ്. അദ്ദേഹം ഉഭയസമ്മതപ്രകാരമുള്ള സംഗതികളിലാണ് അദ്ദേഹത്തോട് രാജിവെക്കേണ്ടി വന്ന് അവിടെ ഈ ചില കേസുകളൊക്കെ എടുക്കുമ്പോഴും അദ്ദേഹത്തെ വേട്ട തുടങ്ങുമ്പോഴൊന്നും പരാതി പോലും ഇല്ലായിരുന്നു. അത് അവിടെ മാറ്റി നിർത്തട്ടെ, ഞാൻ ആ രാഹുലിന്റെ പക്ഷത്തുമല്ല. പക്ഷെ ഇവിടെയും ആ സമാനമായ ഒരു ധാർമ്മികതയും നൈതികതയൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനെ പിന്നെ നിയമപ്രകാരം നോക്കുമ്പോൾ അതിനകത്ത് കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. പക്ഷെ അപ്പോഴും ആ ധാർമ്മികത അവിടെ നിൽക്കുന്നുണ്ട്, സ്റ്റിൽ പെൻഡിങ് ആണ്. മറുവശത്ത് ഇപ്പോ 212 വിളിച്ച് ഒരു സ്ത്രീ പരാതിപ്പെടുന്നു. അത് മന്ത്രിയുടെ ഭാര്യയാകട്ടെ, മന്ത്രിയുടെ ഭാര്യ അല്ലാതാകട്ടെ, ആരുമാകട്ടെ, ഒരു സ്ത്രീ 212 വിളിക്കുന്നത് കൃത്യമായിട്ട് ആ 212 വിളിച്ച് വേണം ഇത്തരം ഘട്ടങ്ങളിൽ ഒരു സ്ത്രീ തനിക്ക് പീഡനമേൽക്കുന്നു, താൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ഏത് സ്ത്രീക്കും ഏത് സമയത്തും വിളിക്കാവുന്ന ഒരു നമ്പർ എന്നുള്ള നിലയ്ക്ക് ഈ സംസ്ഥാനത്ത് നിലവിലുള്ളത് അതാണല്ലോ. അവർ വിളിക്കുന്ന സമയത്ത് ആ വിളിക്കനുസരിച്ച് പോലീസ് വരുന്നു. ആദ്യം സാധാരണ ലോക്കൽ പോലീസ് ഏത് സ്റ്റേഷനിൽ വരുന്നു, പിന്നീട് പിങ്ക് പോലീസ് വരുന്നു. ഈ രണ്ട് പോലീസ് വിഭാഗവും ഈ സംഭവത്തിൽ ആ സ്ത്രീയെ എന്ന് പറയുന്ന ഈ ബിന്ദു മേനോൻ എന്ന് പറയുന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യയെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചോ? അവരെ ആ മുറിക്കകത്തുനിന്ന്, ആ വീട്ടിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചു എന്ന് പറഞ്ഞില്ലേ അവർ ഒരു ദിവസത്തിൽ ആ മുറിയിൽ പൂട്ടിയിട്ടു. ആ മുറിക്കകത്ത് ആ ഘട്ടത്തിൽ എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമം തുടർന്നു. ഇതിനിടയിൽ എന്നെ ഇവർ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ മന്ത്രി ആ സ്ത്രീയെയും കൊണ്ട് കാറിൽ കയറി പോയി, അല്ലെങ്കിൽ അവരെ കാറിൽ കയറ്റി വിട്ടു. മന്ത്രി എന്നിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത്. അവിടെ മന്ത്രി അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് ബിന്ദു മേനോൻ പറയുന്നില്ല. സോ ഫാർ സോ ഗുഡ്. അപ്പൊ അതുകൊണ്ട് മന്ത്രിക്കെതിരെ കേസ്. പക്ഷേ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഡ്രൈവർ ശാന്തൻ തന്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. അത് കഴിഞ്ഞ് അവരെന്നെ ഒരു മുറിയിലേക്ക് ആക്കി പൂട്ടിയിട്ടു. ആ സമയത്ത് ഞാൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ ഇന്നലെ പറഞ്ഞതെല്ലാം വിശ്വസിക്കാമെങ്കിൽ ഈ 212 ആ ഒരു വിളി, ആ ഫ്രാൻറ്റിക് ആയിട്ടുള്ള ആ കോൾ കൊണ്ട് തന്നെ ആ സ്ത്രീ അപകടത്തിലാണെന്ന് അവർ പോലീസിനറിയാം. അവർക്കൊരു സഹായം ആവശ്യമുണ്ടെന്നറിയാം. എന്നിട്ട് അവരെ വീടിന് പുറത്തിറക്കാൻ പോലീസ് സഹായിച്ചിട്ടില്ല. രണ്ടാമത് ആ 212 അവർ വിളിച്ചു പറഞ്ഞ കാര്യം വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മന്ത്രിയെയോ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിയുടെ സ്റ്റാഫിനെയോ ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമിച്ചില്ല. മന്ത്രി വസതിയാണ്, മന്ത്രിയാണ് കൂടി ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ് എന്ന് അറിഞ്ഞ നിമിഷം പോലീസ് പൊടിയും തട്ടി സ്ഥലം വിട്ടു. ഇന്ന് 24 മണിക്കൂറിന് ശേഷം ഈ ബിന്ദു മേനോൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ഭാര്യ പറയുന്നു, ഞങ്ങൾ രാജിയായി, എനിക്ക് പരാതിയില്ല, അദ്ദേഹത്തിന് എനിക്ക് അത്രമേൽ സ്നേഹമാണ്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ അല്ലെങ്കിൽ സർക്കാരിനെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ തമ്മിൽ രാജിയായിക്കോട്ടെ, ഒത്തുതീർപ്പായിക്കോട്ടെ, പൊരുത്തപ്പെട്ടോട്ടെ. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്ലെയറിംഗ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ നടന്ന സംഭവമല്ല, ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ അവർക്ക് വിഷമവും പരാതിയും ഉണ്ട്. ആ പരാതിയും വിഷമവും ഉള്ളിലിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് എനിക്ക് 5000 പ്രണയമുണ്ട്. അതിൽ ഷോക്ക്ഡായാണ് ഞാൻ ഇന്നലെ പ്രതികരിച്ചതെന്നാണ്. 5000 പ്രണയമുണ്ടെന്ന് പറഞ്ഞ പോലെ അതോടൊപ്പം തന്നെ പറഞ്ഞു 212 വിളിക്കുന്നവർക്കൊക്കെ വട്ടാണ്, ഭ്രാന്താണെന്നും കൂടെ പറഞ്ഞു.
ശരി. അപ്പൊ ഇത് രണ്ടും അവരെ വല്ലാതെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവരെ വല്ലാതെ ഹർട്ടായപ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന് തിരിച്ചടിക്കണമെന്ന് തോന്നി. അവർ മാധ്യമങ്ങളെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അവിടെയാണ് എന്റെ ചോദ്യം. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ആ സംഭവം ട്രിഗർ ചെയ്യുന്ന രീതിയിൽ മന്ത്രി പ്രതികരിച്ചപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് തന്നെ മാപ്പ് കൊടുക്കണമെങ്കിൽ ആ 24 മണിക്കൂറിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതങ്ങനെയല്ലേ നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. അതായത് ഇന്നലത്തെ അവരുടെ മൂഡ് എന്തായിരുന്നു? അതായത് മന്ത്രിയെ തീർച്ചയായിട്ടും ഞാൻ വെറുതെ വിടില്ല, എൻ്റെ കയ്യിൽ എല്ലാ ചിത്രങ്ങളും ഉണ്ട്, ദൃശ്യങ്ങൾ മുഴുവനുണ്ട്, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാൻ മുഖ്യമന്ത്രിയോട് വേണമെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാം. മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചും പറഞ്ഞു എന്നുള്ള കാര്യവും അവിടെ അത്ര ചെറുതായൊരു കാര്യമാണോ? മാത്രമല്ല, ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിലപാട്, സ്നേഹപൂർണതയുടെ നിലപാട്, കരുതലിന്റെയൊക്കെ നിലപാട് വലിയ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാര്യം വെച്ച് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് കൊണ്ടാടുമ്പോൾ, ഇവിടെ ഒരു മന്ത്രി പത്നി മന്ത്രിയുടെ പീഡനത്തിന് എന്ന് പറഞ്ഞാൽ മന്ത്രി ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, മാനസികമായിട്ട് പീഡിപ്പിച്ചു. മന്ത്രിയാണല്ലോ ഇതിന്റെ എല്ലാം മൂല കാരണം. അദ്ദേഹത്തിന്റെ സ്റ്റാഫിന് മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഫോൺ പിടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുന്നത്. കാരണം ആ ദൃശ്യം പകർത്തിയ ഫോൺ പിന്നീട് ഒരു പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ മന്ത്രിയുടെ ഡ്രൈവറോ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫോ ആരും ആയിക്കൊള്ളട്ടെ, നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്